കാനഡയിൽ ഉപരിപഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒരു പ്രധാന അറിയിപ്പുണ്ട്. 2025 സെപ്റ്റംബർ 1 മുതൽ കാനഡയിൽ പഠിക്കാനുള്ള നിങ്ങളുടെ ചിലവുകൾ കൂടാൻ പോവുകയാണ്. ഇതുവരെയുള്ള നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാനഡയിലെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അവിടെ ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ഈ മാറ്റങ്ങളുടെ പ്രധാന ലക്ഷ്യം. പുതിയ നിയമങ്ങൾ 2025 സെപ്റ്റംബർ മുതൽ സമർപ്പിക്കുന്ന അപേക്ഷകൾക്കാണ് ബാധകമാകുന്നത്. അതായത് നിങ്ങൾ ഈ തീയതിക്ക് ശേഷം അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. ക്യൂബെക് പ്രവിശ്യയ്ക്ക് പുറത്തുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട പുതിയ സാമ്പത്തിക സഹായം എത്രയാണെന്ന് നോക്കാം. ഒറ്റയ്ക്ക് അപേക്ഷിക്കുന്ന ഒരാൾക്ക് ഒരു വർഷത്തേക്ക് 22,895 കനേഡിയൻ ഡോളർ കാണിക്കണം. ഇത് നേരത്തെ 20,635 കനേഡിയൻ ഡോളർ ആയിരുന്നു. 2 പേരാണെങ്കിൽ 28,502 കനേഡിയൻ ഡോളറും, 3 പേരാണെങ്കിൽ 35,040 കനേഡിയൻ ഡോളറും, 4 പേരാണെങ്കിൽ 42,543 കനേഡിയൻ ഡോളറും, 5 പേരാണെങ്കിൽ 48,252 കനേഡിയൻ ഡോളറും, 6 പേരാണെങ്കിൽ 54,420 കനേഡിയൻ ഡോളറും, 7 പേരാണെങ്കിൽ 60,589 കനേഡിയൻ ഡോളറും, പിന്നീടുള്ള ഓരോ അധിക അംഗത്തിനും 6,170 കനേഡിയൻ ഡോളറും കാണിക്കണം. ശ്രദ്ധിക്കുക, ഈ തുക ട്യൂഷൻ ഫീസും യാത്രാ ചെലവും കൂടാതെയുള്ളതാണ്. അതായത് ഇതിന് പുറമെ ട്യൂഷൻ ഫീസും യാത്രാ ചെലവിനുമുള്ള പണം നിങ്ങൾ വേറെ കാണിക്കേണ്ടി വരും. സ്റ്റാറ്റിക്സ് കനേഡിയൻസ് ലോ ഇൻകം കട്ട് ഓഫ് LICO അനുസരിച്ച് 10.95% വർധനമാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത്. LICO എന്നാൽ ഒരു വ്യക്തിക്ക് കാനഡയിൽ അത്യാവശ്യ കാര്യങ്ങൾക്കായി എത്ര പണം വേണമെന്നതിൻ്റെ കണക്കാണ്. ഈ മാറ്റം പെട്ടെന്നുള്ളതല്ല. 2024 മുതൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. 2000 തുടക്കം മുതൽ 2024 ജനുവരി 1 വരെയും 10,000 കനേഡിയൻ ഡോളർ ആയിരുന്നു ഒരാളുടെ ചിലവിനായി കാണിക്കേണ്ട തുക. എന്നാൽ 2024 അത് 20,635 കനേഡിയൻ ഡോളറായി വർദ്ധിച്ചു. പഴയ 10,000 ഡോളർ എന്നുള്ള തുക ജീവിത ചെലവനുസരിച്ച് കൂട്ടാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു മാറ്റം വരുത്തിയത്. ഇമിഗ്രേഷൻ, റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പറയുന്നത് പല വിദ്യാർത്ഥികളും കാനഡയിൽ എത്തിയതിനു ശേഷമാണ് അവർ കൊണ്ടുവന്ന പണം മതിയാവില്ലെന്ന് അറിയുന്നത് എന്നാണ്. വിദ്യാർത്ഥികളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ചൂഷണത്തിൽ നിന്നും രക്ഷിക്കാൻ ഇത് അത്യാവശ്യമാണെന്നും IRCC പറയുന്നു. 2023 ഡിസംബറിൽ മന്ത്രി മാർക്ക് മില്ലർ വ്യക്തമാക്കിയത് ഈ വർധനവ് ഒരു തടസ്സമായി കാണേണ്ടതില്ലെന്നും മറിച്ച് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംരക്ഷണമാണെന്നുമാണ്. കാരണം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ ജീവിത ചെലവ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 22,895 കനേഡിയൻ ഡോളർ എന്നത് ഏകദേശം 14 ലക്ഷം രൂപയാണ്. ഇത് ട്യൂഷൻ ഫീസിൻ്റെ കൂടെ കൂടുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യ വർഷം തന്നെ ഏകദേശം 35,000 കനേഡിയൻ ഡോളർ മുതൽ 50,000 ഡോളർ വരെ കയ്യിൽ കരുതേണ്ടി വരും. അതായത് ഏകദേശം 21 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ. ശ്രദ്ധിക്കുക, 2025 സെപ്റ്റംബർ 1 മുൻപ് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴത്തെ നിയമങ്ങൾ ബാധകമാണ്. അവർ 20,635 കനേഡിയൻ ഡോളർ കാണിച്ചാൽ മതിയാകും. എന്നാൽ അതിനുശേഷം അപേക്ഷിക്കുന്നവർ പുതിയ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരും. ഈ സാമ്പത്തിക വർധന വരുന്നത് കാനഡ മറ്റ് ചില നിയമങ്ങൾ കൂടി കൊണ്ടുവരുന്ന ഒരു സമയത്താണ് എന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. 2024 പഠന പെർമിറ്റുകളുടെ എണ്ണം 35% കുറച്ചു. 2025 വീണ്ടും 10% കുറയ്ക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ജോലി ചെയ്യാനുള്ള പെർമിറ്റ് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് കിട്ടാനുള്ള നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രവിശ്യ അറ്റസ്റ്റേഷൻ ലെറ്റർ കൂടുതൽ ആളുകൾക്ക് നിർബന്ധമാക്കി. ഇതൊക്കെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പണമുണ്ടെന്ന് തെളിയിക്കാൻ ചില രേഖകൾ ആവശ്യമാണ്. കാനഡയിലെ ബാങ്കുകളിൽ നിന്നുള്ള ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കഴിഞ്ഞ 4 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ട്യൂഷൻ ഫീസും താമസ സ്ഥലത്തിൻ്റെ ഫീസും അടച്ച രസീത്, വിദ്യാഭ്യാസ ലോൺ എടുത്ത രേഖകൾ, സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ കത്ത്, കാനഡയിലെ സ്ഥാപനങ്ങളിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ സ്കോളർഷിപ്പ് കിട്ടിയ രേഖകൾ, കാനഡയിലെ ബാങ്ക് അക്കൗണ്ടിൽ പണം ട്രാൻസ്ഫർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം വഴി അപേക്ഷിക്കുന്നവർക്ക് GIC ഇപ്പോഴും ഒരു നല്ല ഉപാധിയാണ്. ഈ സാമ്പത്തിക മാറ്റങ്ങൾ കാനഡയുടെ താൽക്കാലിക താമസക്കാരെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. 2026 അവസാനത്തോടെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 5% കുറയ്ക്കാൻ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നുണ്ട്. ഇതിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതും ഉൾപ്പെടും. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കാണുള്ളത്. 2022 മാത്രം വിദ്യാർത്ഥികൾ 37.3 ബില്യൺ കനേഡിയൻ ഡോളർ കാനഡയുടെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നൽകുകയും 3,61,000 തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നത് സാമ്പത്തികപരമായി കാനഡയെയും ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കാനഡയിൽ കൂടുതലായി പഠിക്കാൻ വരുന്നത്. ഏകദേശം 4,20,000-ലധികം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. പുതിയ നിയമങ്ങൾ വരുന്നതോടെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കുടുംബവുമായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് കൂടുതൽ ചെലവുണ്ടാകും. ഉദാഹരണത്തിന് ഭാര്യയും ഒരു കുട്ടിയുമുള്ള ഒരാൾക്ക് ട്യൂഷൻ ഫീസിന് പുറമെ ഒരു വർഷം 30,040 കനേഡിയൻ ഡോളർ രൂപ ജീവിത ചെലവിനായി കാണേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ കാനഡയിൽ പഠിക്കാൻ പോകുമ്പോൾ കൂടുതൽ പണം കയ്യിൽ കരുതേണ്ടി വരും. ഈ മാറ്റങ്ങൾ കാനഡയെ ഒരു പഠന കേന്ദ്രമായി നിലനിർത്താനും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കുടിയേറ്റം നിയന്ത്രിക്കാനും സഹായിക്കും. ഈ നിയമങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും കാനഡയിലെത്തുന്ന വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഇത് സഹായിക്കുമെന്നാണ് സർക്കാർ വാദം. കാനഡയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ചെലവുകൾ കൂടി കണക്കിലെടുത്ത് നന്നായി പ്ലാൻ ചെയ്യണം. കൂടാതെ പഠന പെർമിറ്റിന് നേരത്തെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ സഹായമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.